അമ്മയിൽ പോര് കനക്കുമ്പോൾ വിവാദമാകുന്നത് മെമ്മറി കാർഡാണ്. അമ്മയിൽ മെമ്മറി കാർഡ് വിവാദം കനക്കുകയാണ്. നടിമാരുടെ മൊഴികൾ ഉപയോഗിച്ച് കുക്കു പരമേശ്വരൻ പലരെയും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നാണ് ആരോപണം. ഈ ആരോപണം കഴിഞ്ഞ ദിവസം ചിലർ ഉന്നയിച്ചുവെങ്കിൽ ഇപ്പോൾ നടിമാരായ പൊന്നമ്മ ബാബു, ഉഷ, പ്രിയങ്ക എന്നിവർക്ക് പുറമെ കൂടുതൽ പേർ ഈ കുക്കു പരമേശ്വരനെതിരെ ഇപ്പോൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. വളരെ രഹസ്യമായി ഒരിക്കലും പുറത്തു പോകില്ല, ഇത് തങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി എന്ന മട്ടിലൊക്കെ ചിത്രീകരിച്ച വീഡിയോ ആണ് ഈ മെമ്മറി കാർഡിൽ ഉള്ളത് എന്നുള്ളതാണ്. ആ മെമ്മറി കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭീഷണി എന്നാണ് പറയുന്നത്. അതേസമയം നിർമ്മാതാക്കളുടെ സംഘടനയിലെ തെരഞ്ഞെടുപ്പിലും ഇന്ന് ചിത്രം വ്യക്തമാകും. അതിൽ തന്നെ സാന്ദ്ര തോമസിന്റെ നോമിനേഷൻ തള്ളിയേക്കും എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട്. പ്രത്യേകിച്ച് സാന്ദ്ര ഈ നിർമ്മാതാക്കൾക്കിടയിലെ തന്നെ അസ്വാരസ്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്ന ആൾ കൂടിയാണ്. സിനിമയ്ക്കകത്ത് ഈ സ്ത്രീകളെ ചൂഷണം ചെയ്യുകയും അല്ലെങ്കിൽ സ്ത്രീകളെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ട് എന്ന വിമർശനമൊക്കെ ഉന്നയിക്കുന്ന ആൾ കൂടിയാണ് സാന്ദ്ര. എന്തായാലും സാന്ദ്രയുടെ നോമിനേഷൻ തള്ളിയേക്കുമെന്ന സൂചന പുറത്തു വരുന്നു. നവമി, ഇതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ച, അത് പുറത്ത് പബ്ലിക്കായി പറയുന്നതല്ല എങ്കിൽ പോലും ആരോപണങ്ങൾ ഉന്നയിച്ച നടിമാരുണ്ട്. ഇപ്പോൾ കൂടുതൽ പേർ കുക്കു പരമേശ്വരനെതിരെ രംഗത്ത് വരുന്നതായി വിവരം. അതേസമയം ഇപ്പുറത്ത് ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സാന്ദ്ര തോമസിന്റെ നോമിനേഷൻ തള്ളാനുണ്ടാകുന്ന പശ്ചാത്തലമെന്ത്? അഭിലാഷ്, ഇന്നലെ നടി പ്രിയങ്കയും കുക്കു പരമേശ്വരനെതിരെ രംഗത്ത് വന്നിരുന്നു. കുക്കു പരമേശ്വരൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതിൽ തനിക്ക് എതിർപ്പില്ല, പകരം ഈ മെമ്മറി കാർഡ് അത് എവിടെ പോയി എന്ന് കൃത്യമായി തന്നെ അറിയിക്കണം, അത് കണ്ടെത്തി തിരിച്ചു വരണം. കാരണം ഒരുപാട് സ്ത്രീകളുടെ അവരുടെ ദുരനുഭവങ്ങൾ പങ്കുവച്ച ഒരു വേദിയായിരുന്നു. അത് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറയുന്നത് എത്ര നിസ്സാരമായിട്ടാണ് കുക്കു പരമേശ്വരൻ പറയുന്നത്. അത് ഓരോ സ്ത്രീകളുടെയും ജീവിതമാണ്, അതിനെ ഇത്രയും നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അതിനെതിരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രിയങ്ക ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം വനിതാ താരങ്ങൾ വ്യക്തമാക്കുന്നത്. അന്ന് യോഗത്തിൽ പങ്കെടുത്ത ഓരോ താരങ്ങളും ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. പൊന്നമ്മ ബാബു ആയിക്കോട്ടെ, ഉഷ ആയിക്കോട്ടെ, പ്രിയങ്ക ആയിക്കോട്ടെ, ഈ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരന്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ കുക്കു പരമേശ്വരൻ പറയുന്നത് ആ മെമ്മറി കാർഡ് തൻ്റെ കയ്യിലില്ല, അത് ഇടവേള ബാബുവിന്, KPSC ലളിതയുടെ കയ്യിലായിരുന്നു, പിന്നീട് അത് ഇടവേള ബാബുവിന് കൈമാറി എന്നൊക്കെ തരത്തിലുള്ള പരാമർശങ്ങളാണ് കുക്കു പരമേശ്വരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിലൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. കൂടുതൽ ആളുകൾ ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അമ്മ സംഘടനയിലെ മറ്റ് സ്ത്രീ താരങ്ങളോ അല്ലെങ്കിൽ മറ്റു പുരുഷ താരങ്ങളോ ആരും തന്നെ ഇതിലൊരു വ്യക്തത വരുത്തുവാനോ ഇതിൽ പ്രതികരിക്കുവാനോ തയ്യാറായിട്ടില്ല. എന്തായാലും കുക്കു പരമേശ്വരനെതിരെ ഒരു വിഭാഗം സ്ത്രീകൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, സാന്ദ്ര തോമസ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നാണ് സൂക്ഷ്മ പരിശോധന. അതിനുശേഷം മാത്രമേ എന്തുകൊണ്ടാണ് ഈ പത്രിക തള്ളുമോ എന്നതിൽ നമുക്കൊരു വ്യക്തത വരികയുള്ളൂ. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കതിൽ കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ കഴിയുകയുള്ളൂ. അഭിലാഷ്, എന്തായാലും സാന്ദ്ര തോമസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളാനുള്ളൊരു സാധ്യതയുണ്ട്. അതിന്റെ കാരണവും ഇപ്പോൾ വ്യക്തമായിട്ടുമില്ല. യെസ്, അതാണ് അമ്മ, താരസംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം കനക്കുകയാണ്. അതേസമയം നിർമ്മാതാക്കളുടെ സംഘടനയിലെ മത്സര ചിത്രവും ഇന്ന് വ്യക്തമാവുകയും ചെയ്യും. നവമിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ സാന്ദ്രയുടെ നോമിനേഷൻ തള്ളുമോ എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ നമുക്ക് വരും മണിക്കൂറുകളിലും പ്രേക്ഷകരിലേക്ക് അധികമായി എത്തിക്കാം.